പോർച്ചുഗലിലെ ലിസ്ബൺ എയർപോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിൽ നിന്ന് ഏകദേശം 3 മണിക്കൂർ വേണം ഇവിടെ വരെ എത്താനായിട്ട്. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഫാത്തിമയിലേക്കാണ് നമ്മളുടെ യാത്ര. ഞാനിവിടെ വന്നത് ഒരു ഇറ്റാലിയൻ തീർത്ഥാടക ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുമായിരുന്നില്ല. എൻ്റെ ചെക്കൗട്ടൊക്കെ നേരത്തെ കഴിഞ്ഞെങ്കിലും ഗ്രൂപ്പുകളിലെ എല്ലാവരും വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് ഇവിടെയുള്ള ഡ്യൂട്ടി ഫ്രീ കടകളെല്ലാം ഒന്ന് കയറി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒത്തിരി നല്ല സാധനങ്ങളുണ്ട് വാങ്ങിക്കാനായിട്ട്. ഇറ്റലിയെ അപേക്ഷിച്ച് വലിയ ഒരു റേറ്റ് തോന്നിയില്ല. കാരണം അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റുമായിരുന്നു. വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. കുറച്ച് ചോക്ലേറ്റൊക്കെ പിള്ളേർക്കൊക്കെ വാങ്ങി. അങ്ങനെ ഞാൻ ഗ്രൂപ്പിൻ്റെ ബാക്കിയുള്ളവരുടെ ചെക്കൗട്ടൊക്കെ കഴിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒത്തിരി നല്ലതായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്തിരുന്നത്. കാരണം നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങുമ്പോഴത്തേനും ഓൾറെഡി നമുക്ക് വേണ്ടിയുള്ള ബസ്സുകളൊക്കെ കാത്തു നിൽക്കുമെന്ന് അവർ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നമ്മളോട്. അതനുസരിച്ച് എല്ലാവരും തന്നെ ഒന്നിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ്. പറഞ്ഞിരുന്ന പോലെ ബസ് ഞങ്ങളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബസ്സിൽ കയറി നോക്ക്, വഴിയോര കാഴ്ചകൾ അടിപൊളിയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള കപ്പലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞിരുന്നത് 16-ാം നൂറ്റാണ്ടിലുള്ള ഒരു ടവറുണ്ട്, ബേലൺ ടവർ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടവറാണിത്. അവിടേക്കാണ് ആദ്യം തന്നെ ഞങ്ങളെ കൊണ്ടുപോയിരുന്നത്. ടാഗസ് നദിക്കരയിലുള്ള ഒരു ശാന്തമായ പ്രദേശമാണ് ഈ ബേലം. അവിടെയാണ് ഈ ടവർ സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴികൾക്കെല്ലാം നമുക്ക് 2 സൈഡിൽ നോക്കിയാൽ നല്ല നല്ല ബിൽഡിങ്ങുകളും ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ബസ് യാത്ര നല്ല അനുഭവമായിരുന്നു ഞങ്ങൾക്ക് തന്നിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലുള്ളവർ ഇറ്റാലിയൻസ് ആണെങ്കിലും നന്നായിട്ട് വർത്തമാനം പറയുന്നവരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ബോറടിച്ചില്ല. ബേലൻ ടവറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ നല്ല ഒരു കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. ഫോട്ടോസൊക്കെ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം. ഒത്തിരി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലായിരുന്നു. കാരണം തീർച്ചയായിട്ടും നമുക്ക് 2 മണിക്കൂർ യാത്ര ചെയ്യണമായതുകൊണ്ട് അവർ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ നമ്മൾ അനുവദിച്ചു. അതിനുശേഷം വേഗം തന്നെ എല്ലാവരും തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് ഇഷ്ടംപടി സാധനങ്ങളുണ്ടായിരുന്നു. ചുറ്റും കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടാനുസരണം എവിടെ വേണേലും പോകാമായിരുന്നു. തിരിച്ച് ബസ്സിൻ്റെ അടുക്ക് എത്തിയാൽ മതി. അതായിരുന്നു അവർ നമ്മളോട് പറഞ്ഞിരുന്ന ഇൻസ്ട്രക്ഷൻസ്. ഇവിടെ നിങ്ങൾക്ക് ബോട്ടിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് സമയക്കുറവായതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും കയറാനായിട്ട് പോയില്ല. അത്യാവശ്യം വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി അടുത്ത യാത്ര തുടങ്ങുകയായി. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ പല പല കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. എല്ലാം അവർ പറഞ്ഞു തരും. കാരണം ഇങ്ങനെ ഇറ്റാലിയൻ ഗ്രൂപ്പിൻ്റെ കൂടെ പോയാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവും. അവരെല്ലാം വലിയ ഓർഗനൈസ് ആയിട്ടേ അവർ പോകത്തുള്ളൂ. ഓരോ സ്ഥലത്തെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഒരു സിറ്റിയിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സിറ്റിയിലെ പ്രത്യേകതയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് അവർ കാണിച്ചു തരും. എന്നിട്ട് നമുക്ക് ഇയർഫോൺ ഉണ്ട്. ഓരോരുത്തർക്കും ഒരു വാക്കി ടോക്കി പോലെ ഉണ്ട്. അത് ഇയർഫോണും ഉണ്ട്. ഇത് നമ്മൾക്ക് ചെവിയിൽ വെച്ച് ഓരോരുത്തർക്കും ഇപ്പോൾ പുറത്തിറങ്ങിയാൽ തന്നെ കുറച്ച് ഡിസ്റ്റൻസിലാണെങ്കിൽ തന്നെ അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. അങ്ങനെ വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു അവരുടെ ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഒത്തിരി എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ് വേറൊരു പ്രധാന കാരണം. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസും കൂടിയാണ് ഇങ്ങനെ ഇറ്റാലിയൻ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു യാത്ര പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മറക്കാനാവാത്ത അനുഭവമായിരുന്നു. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.